മോസ്റ്റ് ഓഫ് ദ മെൻ സഫർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹൗ ടു സ്റ്റോപ്പ് മാസ്റ്റർബേഷൻ ഇൻ മലയാളം. ബിക്കോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ അടിക്കുന്നത്? മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത് നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സമയത്ത് വേണം ആ സാധനം. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡ്രഗ്. നിങ്ങൾ കഞ്ചാവ് എടുക്കുന്ന അതേ ശീലം പോലെയാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അഥവാ അത് ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഥവാ അത് ഡേഞ്ചറസ് സാധനമാകും. അതില്ലാതെ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, 3 വർഷം 7 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവരിത് നിർത്താൻ വേണ്ടി പലവിധ പരിശ്രമങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ മെൻ സേ ദാറ്റ്, ഇവരും മിക്ക ആൾക്കാരും പറയുക എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റൂല, അല്ല ഞാൻ അഡിക്റ്റഡ് അല്ല, ഞാൻ അതിന് അഡിക്റ്റ് ഒന്നും അല്ല, ഞാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കതില്ലാതെ ഒരു 4 ദിവസം നിൽക്കാൻ പറ്റുമോ? 4 ദിവസം നിങ്ങൾ നിൽക്കണില്ലെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് അല്ല എന്ന് ഞാൻ പറയാം. ബട്ട് നിങ്ങളൊരു 30 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ എ ലെജൻഡ്. നിങ്ങളൊരു 30 ദിവസം അടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ 30 ദിവസത്തിന് ഇടയിൽ ഞാൻ നിങ്ങൾക്കുണ്ടാകുന്ന പ്രോബ്ലത്തിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട് ഈ വീഡിയോയിൽ. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്യുന്നത്? അതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് നിന്ന് പോകുന്ന ഡോപമിൻ ഹിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നത്. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് വിചാരിച്ചു. ആ ഐസ്ക്രീമിൻ്റെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഐസ്ക്രീം, അതുകൊണ്ട് നിങ്ങൾക്ക് ഡോപമിൻ ഹിറ്റ് കിട്ടുന്നു. ബട്ട് നിങ്ങൾ ആ ഐസ്ക്രീം ഒരു ദിവസം കഴിക്കാതെ ഇരുന്ന ഒരു 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. ഐസ്ക്രീം കഴിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും, നിങ്ങൾക്ക് അതിനോട് അഡിക്റ്റ് ആവും. നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് നോർമലൈസുമായിട്ട് വരെ ഒരുപാട് പാടുപെടും. മിക്ക ആൾക്കാരും ഫോൺ അഡിക്റ്റ് ആണെന്ന് പറയില്ലേ, അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. ഏകദേശം ഡോപമിൻ ഹിറ്റിന് വേണ്ടി നിങ്ങളുടെ ഫോണ് നിങ്ങൾക്കത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഡോപമിൻ അഡിക്റ്റാണ്. ഒരു മൊബൈൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്ത് നിന്ന് കയറുന്ന ഡോപമിൻ, അതൊന്നും നിങ്ങൾക്ക് തിരിച്ച് വെളിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അതൊരു ഡോപമിൻ ഹിറ്റ്സാണ്. അത് നിങ്ങൾക്ക് വെളിയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫോണ് മാറ്റി വയ്ക്കുക, മിക്ക കാര്യങ്ങളും ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കും. ആദ്യം ഇപ്പം നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഇത് മാസ്റ്റർബേഷൻ, എങ്ങനെയാണ് മാസ്റ്റർബേഷൻ നിർത്തുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഭയങ്കര അഡിക്റ്റ് ആണെങ്കിലാണ് ഞാൻ പറയണത്, ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ കെട്ടിയിട്ട് മാസ്റ്റർബേഷൻ തോന്നുമ്പോൾ വലിച്ചിട്ട് അടിക്കുക. മെയിനായിട്ട് ഞാൻ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുമ്പോൾ തോന്നും അയ്യോ ഞാൻ അത്രയ്ക്ക് അഡിക്റ്റ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ അഡിക്റ്റാണ്. നിങ്ങൾ അഡിക്റ്റ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ അഡിക്റ്റ് അല്ല? എന്നാൽ പിന്നെ ഞാൻ സമ്മതിക്കുക. ബട്ട് നിങ്ങൾ അഡിക്റ്റാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഡോപമിൻ ഹിറ്റ് കിട്ടാത്ത ആ സമയത്ത് നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഡോപമിൻ ഹിറ്റ് നിങ്ങൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ബൈ ഡൂയിങ് സം എക്സസൈസ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോപമിൻ ഹിറ്റ് റിലീസാവും, ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡോപമിൻ ഹിറ്റ് അല്ലാതെ തന്നെ കിട്ടും. നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ ചെയ്യാതെ ഡെയിലി കിടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കണേന് ആ സമയത്ത് മാസ്റ്റർബേഷൻ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ രാത്രി എക്സസൈസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉറക്കം വരും. കാരണം അത്രയും ഡോപമിൻ ഹിറ്റ് തന്നെ അതിൽ നിന്നും കിട്ടും, ജസ്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം. അത്രയും കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡിക്റ്റ് എന്നാണ് വേണമെങ്കിൽ പറയാം, നിങ്ങൾ അത്രയ്ക്കും അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 30 ദിവസത്തെ സിമൺ റിട്ടൻഷൻ ചാലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ അത് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയും മൈൻഡ് മസിൽ കണക്ഷൻ കൊണ്ടുവരിക എന്നതാണ്. മൈൻഡ് ബോഡി മസിൽ കണക്ഷൻ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾ ഡെയിലി മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയും ബ്രെയിനും മസിലും ഒന്നും കണക്റ്റഡ് അല്ല, നിങ്ങൾക്ക് ഫുള്ളി ഡാമേജാണ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റമൊക്കെ ഭയങ്കര ഡാമേജഡാണ്.
അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഞാൻ പറയുന്നത് 30 days സീമൻ റിട്ടൻഷൻ ചാലഞ്ച്. അത് നിങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ 30 ദിവസത്തിനകത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്കകത്തുള്ള സ്പാം കൗണ്ട് തിരിച്ച് റീസെറ്റ് ചെയ്യണത്. ആ ദിവസം കൊണ്ട് നിങ്ങളൊരു 30 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ 450 എന്നുള്ളത് 650 ആയി മാറും. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ വരുമ്പോൾ 100 ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 300 ആവും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ എനർജി, നിങ്ങളുടെ കൂടുതൽ എനർജിയും കാര്യങ്ങളും മിക്കതും വന്നിട്ട് ഇതിനാണ് ഉപയോഗപ്രദമാകുന്നത്. അത് മിക്കതും വന്നിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. എന്ത് ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനുള്ള സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ജിമ്മിൽ പോകും, വർക്കൗട്ട് എടുക്കും, അതിന് വന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തീർക്കും. എന്ത് പറ്റും? നിങ്ങളുടെ ബോഡി മാസ്റ്റർബേഷൻ ചെയ്ത് ആ സീമൻ റിട്ടൻഷനെ തിരിച്ചു കൊണ്ടുവരുത്താൻ നോക്കും. നിങ്ങളുടെ ബോഡീനെ റിട്ടൻഷൻ ചെയ്ത് നോക്കും. ബോഡീനെ ബാക്കിയുള്ള മസിൽസിനെ റിപ്പയർ ചെയ്യാൻ നോക്കും. അത് ഫസ്റ്റ് ഇതിനായിരിക്കും റിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ ബോഡിയുടെ മസിലിനായിരിക്കില്ല. അത് ഒരുപാട് ദിവസം എടുക്കുമ്പോൾ ഭയങ്കര വേദന, ഭയങ്കര പെയിന്, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ പ്രോട്ടീൻ കയറ്റി ക്രിയാറ്റിൻ കയറ്റി ഒന്നുമില്ല, നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ട് തിരിച്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ അഡീഷണലായിട്ടുള്ള കാര്യങ്ങളായിട്ടും ഞാൻ പറയണില്ല, ഞാൻ എതിരായിട്ടൊന്നും പറയണില്ല പ്രോട്ടീൻ കയറ്റാനെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാച്ചുറൽ കാര്യങ്ങൾ, നിങ്ങളുടെ ബോഡിയിലുള്ള നാച്ചുറൽ സാധനം നിങ്ങൾ വെളിയിൽ കൊണ്ടുവരിക എന്നതാണ്. അതിന് നിങ്ങൾ എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് മോങ്ക് മോഡിൽ പോകുക. മോങ്ക് മോഡെന്ന് വെച്ചാൽ 30 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് യോഗ ചെയ്യുക. രാവിലെ 5-6 മണിക്ക് എണീറ്റ് യോഗ ചെയ്യുക. യോഗ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഫുഡ് കഴിക്കുക. രാവിലെ ചെറിയ ഫുഡ്, രാവിലെ ഒരു ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ബ്രെഡ്, ഓട്സ്, ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദോശയൊന്നും നിങ്ങൾ കഴിക്കാൻ വലുതായിട്ട് പാടില്ല. ഒരു കേരളീയ സ്റ്റൈൽ എനിക്കറിയാമെന്ന് വെച്ചാൽ ദോശ, ഇഡലി, സാമ്പാർ എല്ലാം അങ്ങ് അടിച്ച് കയറ്റ്. ഇതെന്തോ പറ്റുമെന്ന് അറിയാമോ? കൂടുതലും കാർബോഹൈഡ്രേറ്റാണ് നിങ്ങളുടെ ബോഡിക്ക് കയറ്റണം. ഒന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പ്രോട്ടീനാണ് മെയിനായിട്ട് നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ ഇടാനായിട്ട്. കാർബോഹൈഡ്രേറ്റ് ഭയങ്കര ചെറുത് മതി. പക്ഷേ മലയാളികൾ എന്നതും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, അതാണ് മിക്ക മലയാളികളും കൂടുതൽ ഫാറ്റും വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഫാറ്റാണ് കൂടുതലുള്ളത്. കാരണം എന്തുകൊണ്ട്? അവരതാണ് കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് നിങ്ങളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഡെയിലി രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ വരും. ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ 30 ദിവസത്തേക്കുള്ള വീഡിയോ ഞാൻ റെഡിയാക്കും. 30 ദിവസം കൊണ്ട് എനിക്ക് വന്ന ട്രാൻസ്ഫോർമേഷനും എനിക്ക് വന്ന കാര്യങ്ങളും എനിക്ക് വന്ന ആ സ്വഭാവ വ്യത്യാസവും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തൊക്കെ എനിക്ക് തോന്നി, എന്തൊക്കെ എനിക്ക് പറ്റി, എനിക്ക് എന്തൊക്കെ സംഭവിച്ചു. കാരണം ഞാനും അഡിക്റ്റാണ്. ഞാൻ 7 വർഷമായിട്ട് അഡിക്റ്റാണ്. ഞാൻ ഇതിൽ നിന്ന് മാറാൻ നോക്കുകയാണ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതുകൊണ്ടാണ്. എനിക്ക് മാറണം, ഐ നീഡ് ടു ചേഞ്ച്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് മാറണം, എനിക്ക് ചേഞ്ച് ആവണം. അതിന് വേണ്ടിയിട്ടും കൂടെ മാത്രമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒന്നുമില്ല, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ ബാക്കി കാര്യങ്ങൾ എത്തിക്കോളാം. നിങ്ങളെ ഞാൻ പറയണ പോലെ കേട്ടാൽ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. 30 ദിവസത്തെ ചാലഞ്ച് ഫ്രം ടുഡേ ഓൺവേഴ്സ്. ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നില്ല. ഇന്ന് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, നാളെ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു, എൻ്റെ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഈ റിട്ടൻഷൻ ചാലഞ്ച് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഓൺവേഴ്സ്. ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നും ഒരു സീമൻ റിട്ടൻഷൻ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മളെ കുറച്ച് എന്തായാലും ഇന്ന് രാത്രിയും കൂടെ ഉള്ളൂ, അടിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങിയിട്ട് പിന്നെ നാളെ ആകുമ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ സ്റ്റാർട്ടിങ് 12 മണി തൊട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഒരു 1 ഡേ പിന്നെയും കൗണ്ട് ചെയ്തെടുക്കുക. ബട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ 30 ദിവസത്തെ ഷോർട്സും ഇടുന്നതായിരിക്കും എൻ്റെ ചേഞ്ചും ഗ്രോത്തിനെ പറ്റിയുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. കാരണം എനിക്കറിയാം മിക്ക നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും ഇതിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന്. താങ്ക് യു.